ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നലെ ടാലി പഠിച്ചതിൻ്റെ ടാലി സോഫ്റ്റ്വെയർ ചെയ്ത വർക്ക്ഷീറ്റിൻ്റെ കണ്ടിന്യൂ ആണ്. അപ്പോൾ നമ്മൾ ടാലി ഓപ്പൺ ചെയ്തു, വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ് ഉപയോഗിക്കുകയാണ്. വർക്ക് ഇൻ എഡ്യൂക്കേഷൻ മോഡ്. ഇന്നലെ സെലക്ട് ചെയ്ത അതേ കമ്പനി ഞാൻ വീണ്ടും സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഞാൻ പ്രീവിയസ് കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ Alt F1 കീബോർഡ് ഒന്നുമില്ലെങ്കിൽ Alt F1 കൊടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പാനൽ ഈ ഷഡ് കമ്പനി എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനകത്ത് സെലക്ട് കമ്പനി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കമ്പനികളും നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത കമ്പനി എലഗൻറ്റ് 1 എന്ന് പറയുന്നൊരു കമ്പനി ആണ്. ഓക്കെ, ജസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്പനി ഇവിടെ ലോഡായി വന്നിട്ടുണ്ടായിരിക്കും. ദെൻ എലഗൻറ്റ് 1, നെയിം ഓഫ് കമ്പനി എലഗൻറ്റ് 1 ഉണ്ടായിരിക്കും. ദെൻ നോ വൗച്ചേഴ്സ് എൻട്രി എന്ന് കാണിക്കുന്നുണ്ടാവും. ഈ കമ്പനിക്കകത്ത് നമ്മൾ ഇന്നലെ ലെഡ്ജേഴ്സിൽ ക്യാപിറ്റലും അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ക്രിയേറ്റ് ചെയ്തിരുന്നു. ഒരു കമ്പനിക്കകത്ത് ഒരു ലെഡ്ജർ ഒരു പ്രാവശ്യം മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ലെഡ്ജർ ഒരു പ്രാവശ്യം മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ വൺസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ലെഡ്ജർ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എനിക്ക് ഓർമ്മയില്ലാതെ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇനി ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഡയലോഗ് മെസ്സേജ് വരും. ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടോ? നെയിം ഓൾറെഡി എക്സിസ്റ്റ്, എൻ്റർ ഡിഫറൻറ്റ് നെയിം. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ടാലി സോഫ്റ്റ്വെയർ പ്രകാരം ഒരു ലെഡ്ജറിൻ്റെ നെയിം ഒരു പ്രാവശ്യമേ ഒരു ടാലി സോഫ്റ്റ്വെയർ ഒരു കമ്പനിക്കകത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് നോക്കാം. ഓക്കെ, ക്രിയേറ്റ് നമുക്ക് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ്? ക്യാപിറ്റലും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങുമാണ് ചെയ്തത്. ദെൻ ഈ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഓപ്പണിംഗ് ബാലൻസ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഫീൽഡല്ല. ലെഡ്ജർ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ബൾക്കായിട്ട് നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൺസേൺ വൗച്ചറിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ബാക്കിയുള്ള ലെഡ്ജറും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗേറ്റ്വേ ടാലിക്കകത്ത് അക്കൗണ്ട്സ് ഇൻഫോയ്ക്കകത്ത് ലെഡ്ജേഴ്സിൽ സിംഗിൾ ലെഡ്ജറിൽ ക്രിയേറ്റ് എടുക്കുകയാണ്. ക്രിയേറ്റ് എടുത്തു. ക്യാപിറ്റലും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും ഞാൻ നല്ല ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് PQR ട്രേഡേഴ്സ് എന്നാണ്. PQR ട്രേഡേഴ്സിൻ്റെ അണ്ടർ ഗ്രൂപ്പ് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് പറഞ്ഞ അഡീഷണൽ ഓപ്ഷൻ നമുക്കവിടെ വരുന്നുണ്ട്. ബിൽ വൈസ്, കാരണം സൺട്രി ഡെപ്റ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നോർമലി നമ്മൾ ബില്ല് അല്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ട ബിൽ നമ്പർ ഒക്കെ നോട്ട് ചെയ്യേണ്ട ഒരു അത്തരം റിലേറ്റഡ് ആയ ട്രാൻസാക്ഷനാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് ബിൽ വൈസ് ഡീറ്റെയിൽസ്, ബിൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യാനുള്ള ഒരു സബ് ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ സബ് സ്ക്രീന് നമുക്ക് വരും യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നോ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? കീബോർഡിൽ N അടിക്കുക, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ എൻ്റർ അടിക്കുക. ദെൻ ഓപ്പണിംഗ് ബാലൻസ് PQR ട്രേഡേഴ്സിൽ 15,000 ആണ് ഉള്ളത്. 15,000 കൊടുക്കുക, ദെൻ എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് അക്കൗണ്ട്. ദെൻ അണ്ടർ ഗ്രൂപ്പ് നമുക്കറിയാം സെയിൽസ് അക്കൗണ്ട് തന്നെയാണ്. സെയിൽസ് അക്കൗണ്ട് ചൂസ് ചെയ്യുക. ഇവിടെയും ഇൻവെൻട്രി വാല്യൂസ് ആർ അഫക്റ്റഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻവെൻട്രി സ്റ്റോക്ക് ഐറ്റം റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണോ ഈ ഒരു ലെഡ്ജർ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻവെൻട്രി വാല്യൂസ് ആർ എഫക്റ്റഡ്, ഈ സ്റ്റോക്ക് ഐറ്റം റിലേറ്റഡ് ആയ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ
നോ കൊടുക്കുക. ദെൻ ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ ചോദിക്കുന്നുണ്ട്. ഇൻവോയ്സ് വേണോ? നോൺ ഇൻവോയ്സ് പറഞ്ഞാൽ ബില്ല് രൂപത്തിൽ, സെയിൽസ് അല്ലേ, അപ്പോൾ ബില്ല് രൂപത്തിലുള്ള ലെഡ്ജറായിട്ട് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്ത് നമ്മൾ ഇൻവോയ്സ് ഒന്നും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടാണ്. തൽക്കാലത്തേക്ക് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കുക. ദെൻ അതുപോലെ തന്നെ സെയിൽസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് നിലവിൽ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ട്. ദെൻ അണ്ടർ ഗ്രൂപ്പ് പർച്ചേസ് തന്നെയാണ്, പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. ദെൻ പർച്ചേസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻവെൻട്രി വാല്യൂസ് ആർ എഫക്റ്റഡ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇൻവെൻട്രി റിലേറ്റഡായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നോ കൊടുക്കുക. ദെൻ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. തന്നെ അതുപോലെ തന്നെ കാനറ ബാങ്ക്. കാനറ ബാങ്ക് അണ്ടർ ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ട് എൻ്റർ അടിക്കുക. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദെൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. ദെൻ 40,000 രൂപയാണ് എമൗണ്ട്. ദെൻ എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ മാൻഡേറ്ററി അല്ല, ദെൻ കയ്യിലുണ്ടെങ്കിൽ അടിച്ചേക്കുക. ദെൻ നെക്സ്റ്റ് റെൻ്റ് റിസീവ്ഡ് ആണ്. റെൻ്റ് റിസീവ്ഡ്, റെൻ്റ് റിസീവ്ഡ് അണ്ടർ ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകംസ് സെലക്ട് ചെയ്യുക. അണ്ടർ ഗ്രൂപ്പ് ഇൻവെൻട്രി വാല്യൂസ് നോ തന്നെയാണ്. എൻ്റർ അടിക്കുക. ദെൻ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല. ദെൻ എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് XYZ സ്റ്റോഴ്സ്. XYZ സ്റ്റോഴ്സ് അണ്ടർ ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എൻ്റർ അടിക്കുക. ഇവിടെ മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് ഉള്ള ട്രാൻസാക്ഷൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഇവിടെ നോ കൊടുക്കുക. ദെൻ എൻ്റർ അടിക്കുക. എമൗണ്ട് 22,000 ആണ്. എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം അണ്ടർ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല. എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യുക. ജനറൽ റിസർവ്, ജനറൽ റിസർവ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഓപ്പണിംഗ് ബാലൻസ് 12,000. എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ് അണ്ടർ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഓപ്പണിംഗ് ബാലൻസ് 6,000. എൻ്റർ അടിക്കുക. ആക്സെപ്റ്റ് ചെയ്യാം.
The next closing stock. Under current asset. Closing stock under current asset. Balance, opening balance 8,000. The next bad debts. Under group expense indirect. Select ചെയ്യാം. Then opening balance നമുക്ക് തന്നിട്ടില്ല. Then carriage inward. Under group expense direct. Opening balance നമുക്ക് തന്നിട്ടില്ല. Next drawings. Under group capital account. Opening balance 2,000. The next depreciation account. Under indirect expense. Opening balance നമുക്ക് തന്നിട്ടില്ല. The next State Bank of India. SBI എന്ന് കൊടുത്താൽ മതി. State Bank of India. Under bank account. Then bank details ചോദിക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക കേട്ടോ. State Bank of India under group bank account കൊടുക്കാം. ഇൻ കേസ് നമ്മൾ അണ്ടർ ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ എനിക്കവിടെ കൊടുക്കേണ്ടത് ബാങ്ക് OD അല്ലെങ്കിൽ OCC ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ബാങ്ക് അക്കൗണ്ട് കൊടുത്തു. ബാങ്ക് അക്കൗണ്ട് കൊടുത്താലും ശരി തന്നെയാണ്. പക്ഷേ ഇൻ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഗേറ്റ്വേ ടാലിക്കകത്ത് ഡിസ്പ്ലേ അവിടെ ഓൾട്രേഷൻ വരുത്തുള്ള പ്രൊവിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നെയാണെങ്കിൽ നമുക്ക് ബാക്ക് സ്പേസ് അടിക്കാം. കീബോർഡിൽ ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരും. ഇവിടെ നമുക്ക് മാറ്റാനായിട്ട് ബാങ്ക് OD അല്ലെങ്കിൽ OCC ആണ്. അതിലത്തെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ബാങ്ക് OD അല്ലെങ്കിൽ OCC ആണ്. ഇവിടെ ബാങ്ക് OC ഓവർ ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം കേട്ടോ. OCCയുടെ ഓവർ ക്യാഷ് ക്രെഡിറ്റ്. ദെൻ എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. OD ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്, OCC ആണെങ്കിൽ ഓവർ ക്യാഷ് ക്രെഡിറ്റ്. എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് SBT loan, loans liability, loans liability 12,000. Loans liability 12,000. The next preliminary expense. Under miscellaneous expense.
ഓപ്പണിംഗ് ബാലൻസ് 15,000. Next, 11% government bonds. Government bonds. Investments. Investments 60,000. The next advance salary paid. Under group loans and advance. Loans and advance. Loans and advance. 1,000. Provision for bad debts. Provision for bad debts. Provision for bad debts. Under group provisions. Provisions. Opening balance 6,000. Sales tax due. Sales tax due. Under group duties and taxes. ടൈപ്പ് ഓഫ് ടാക്സ് ചോദിക്കുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ അതേഴ്സ് ചോദിക്കുക. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ വരും. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. സെയിൽസ് ടാക്സ് ഡ്യൂ 1,300. Mr. Ajit, sundry creditors. 700. Loan from X. Unsecured loans. Amount 8,000. Prepaid insurance. Loans and advance. 950. Outstanding salary. The current liabilities. 700. Interest accrued. Current asset. $320.
rent received in advance, current liabilities, $230, sales return, under sales account, opening balance illa, purchase return, under purchase account, ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ സീസൺ നിങ്ങൾക്ക് തന്ന ലെഡ്ജർ ക്രിയേഷൻ്റെ വർക്ക്ഷീറ്റ് മുഴുവനായിട്ട് ഞാൻ ചെയ്തു ടാലി സോഫ്റ്റ്വെയറിനകത്ത്. then ഇതിന് ശേഷം നമുക്ക് നമ്മൾ ചെയ്തെല്ലാം ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്മൾ ചെയ്തെല്ലാം ഡിസ്പ്ലേക്കകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻറ്റ് റിപ്പോർട്ട്സുകളാണ് ഇതിനകത്ത് നമ്മൾ എടുത്തു നോക്കേണ്ടത്. നമുക്ക് അക്കൗണ്ടിങ് വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ട്രാൻസാക്ഷൻ പറയുകയാണ്. ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റലാണ് വരിക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൗച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ഒരു പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ചില ബില്ലുകൾ നമ്മൾ റെസീപ്റ്റ് ചെയ്യുന്നത്, ചില പേയ്മെൻറ്റുകൾ കൊടുക്കുന്നത്, അതിനൊക്കെ വേണ്ടി കൺസേൺ വൗച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ചെറിയൊരു പാനൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കീബോർഡിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള F1 മുതൽ F12 വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അക്കൗണ്ടിങ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം എൻട്രി ചെയ്യേണ്ട വൗച്ചർ എന്ന് പറയുന്നത് റെസീപ്റ്റ് വൗച്ചറാണ്. റെസീപ്റ്റ് വൗച്ചറിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F6 എന്ന് പറയുന്നത്. കീബോർഡിൽ F6 പ്രസ് ചെയ്താലും വരും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. ജസ്റ്റ് റെസീപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി അറിയണം. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ നമുക്കറിയാം ഇവിടെ വൗച്ചറിൽ ആദ്യം 2 ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ലെഡ്ജേഴ്സ് എല്ലാം നമ്മൾ കിട്ടിയ ട്രാൻസാക്ഷൻ പ്രകാരം നമുക്ക് വേണ്ട ലെഡ്ജേഴ്സ് എല്ലാം ഏറെക്കുറെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രീസ് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റൊക്കെ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് ഐറ്റം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ പേരുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരത്തിൽ ബില്ലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണും, ഞാൻ ഇപ്പോൾ മുന്നേ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് ഈ റൈറ്റ് സൈഡിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് കാണുന്നത്. മിസ്റ്റർ അജിത്ത്, ലോൺ ബി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോക്ക് ഐറ്റം റിലേറ്റഡ് ആയത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ടത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ 2 ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ജസ്റ്റ് CA എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സെലക്ട് ചെയ്യാൻ. ക്രിയേറ്റ് ചെയ്തതാണത് കേട്ടോ, മുന്നേ ഇന്നലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ക്യാപിറ്റൽ എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ജസ്റ്റ് ഞാൻ കൊണ്ടുവരുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഒരു 1 lakh എന്ന് കൊടുക്കുകയാണ്. 1 lakh. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യാണ്. ബൈ ക്യാഷ് ആണ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ആണ്, ബൈ ക്യാഷ് ആണ്. ക്യാഷ് എന്ന് പറയുന്ന ലെഡ്ജർ എന്താണ്, ഡീഫാൾട്ടായിട്ട് എവിടെ ഉണ്ടാവും, ലെഡ്ജേഴ്സിൽ ഉണ്ടാവും. അപ്പോൾ ക്യാഷ് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ എൻ്റർ അടിക്കുക. ഈ ഒരു ബ്ലാങ്ക് സ്പേസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി കാണുന്ന ഭാഗത്ത് നമുക്ക് നരേഷൻ കൊടുക്കാനുള്ള ഏരിയ ആണ്. ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നരേഷൻസ്, ബിസിനസ് സ്റ്റാർട്ടിങ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ബൈ ബാങ്ക് ആണെങ്കിൽ അതിനെ റിലേറ്റഡ് ആയ ട്രാൻസാക്ഷൻസ്, ഏത് ട്രാൻസാക്ഷനോ അതിനെക്കുറിച്ചുള്ള നരേഷൻ കൊടുക്കാനുള്ള ഒരു സ്പേസാണ് ഈ ഒരു സ്പേസ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് സ്പേസ് ഇവിടെ കാണുന്നത്.
ഓക്കെ. ശേഷം നരേഷൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക, ആക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ. ഇതേപോലെ നമ്മൾ ബാങ്ക് റിലേറ്റഡ് ആയ വൗച്ചർ ആണെങ്കിൽ കോൺട്രാ വൗച്ചർ F4 ഓരോ വൗച്ചർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻ്റർഫേസിലെ കളറ് നമുക്ക് മാറിക്കാണാൻ സാധിക്കും. ജേണൽ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വൗച്ചേഴ്സാണ്, അതിൻ്റെ ഇൻ്റർഫേസ് കളറ് നമുക്ക് മാറിക്കാണാൻ സാധിക്കും. സെയിൽസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻവോയ്സ് രൂപത്തിലും, ഇവിടെ പാർട്ടി നെയിം ചോദിച്ചിട്ടൊക്കെയുള്ള ഇൻവോയ്സ് രൂപത്തിലും, അതേസമയം ഞാൻ ആ ഇൻവോയ്സ് മാറ്റാനായിട്ട് ജസ്റ്റ് കീബോർഡിൽ Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നോർമൽ വൗച്ചറായിട്ടും മാറും. ഓക്കെ. പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള രീതിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞത് ലെഡ്ജർ ക്രിയേഷനാണ്. ലെഡ്ജർ ക്രിയേഷൻ പറഞ്ഞു, അക്കൗണ്ടിങ് വൗച്ചറിൽ കുറച്ച് ട്രാൻസാക്ഷൻ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തു കാണിച്ചു. ഇനി നമുക്ക് റിപ്പോർട്ടാണെന്ന് കാണേണ്ടത്. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ Alt F1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്താലും മതി. Alt F1 അതിൽ വർക്ക് ആവുന്നില്ല. ജസ്റ്റ് ഇവിടെ മേലെ റൈറ്റ് പാനലിൽ കാണാൻ സാധിക്കും, F1 കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത റിപ്പോർട്ടായ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മളൊന്നും തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യാത്തതുകൊണ്ട് അതിലേക്ക്, കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ അക്കൗണ്ടിങ് വൗച്ചറിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. സ്റ്റോക്ക് സമ്മറിയിൽ ഒന്നും കാണില്ല, കാരണം നമ്മൾ സ്റ്റോക്ക് റിലേറ്റഡ് ഒന്നും ചെയ്തിട്ടില്ല. ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ സബ് ഓപ്ഷൻസ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്, ഡേ ബുക്ക് ഉണ്ട്. ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡെയിലി ട്രാൻസാക്ഷൻ, ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ കൊടുക്കുന്നതാണ് അല്ലേ, നമ്മൾ അക്കൗണ്ടിങ് വൗച്ചർ പ്രകാരം എൻ്റർ ചെയ്തത് ഒരു ട്രാൻസാക്ഷൻ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ റെസിപ്റ്റ് വൗച്ചർ എടുത്ത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റലാണ് എൻ്റർ ചെയ്തത്. ആ ഒരു ട്രാൻസാക്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. വൗച്ചർ നമ്പർ 1 കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ. ഒരു ബേസിക് ഐഡിയ, നമുക്ക് ടാലിയെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ ഇതൊന്നും കുറച്ച് അഡ്വാൻസ് ആയ രീതിയിലേക്ക് നമ്മൾ കടന്നു പോകും. വീഡിയോ വൃത്തിയായി കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് സെഷനിൽ ചോദിക്കുക. ഓക്കെ. താങ്ക് യു.